അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും എഡ്യൂഫേസിന്റെ അലിഫ് അറബിക് ടാലന്റ് എക്സാമിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് യുപി വിഭാഗത്തിന്റെ 4ാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന പരീക്ഷയിലെ ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിരിക്കണം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ സിലബസിന്റെ 50% ചോദ്യങ്ങളും ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിന്റെ ഏതൊക്കെ ഭാഗങ്ങൾ എവിടെ നിന്നൊക്കെ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ജൂലൈ 8-നാണ് സ്കൂൾ തലത്തിലുള്ള എക്സാം വരുന്നത്. അതിന് മുന്നോടിയായിട്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. നല്ല ആത്മവിശ്വാസത്തോടു കൂടെ എക്സാം അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ കാര്യം മാലി, മുലാരി എന്നിങ്ങനെയുള്ള 2 ഫീലുകളെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യത്തിൽ മാലിയായ ഒരു ഫീൽ തരും, അതിന്റെ മുലാരി എഴുതാൻ പറയും. അതല്ലെങ്കിൽ മുലാരി തന്നിട്ട് അതിന്റെ മാലി എന്താണെന്ന് ചോദിക്കും. അപ്പം മക്കൾ ഇവിടെ നോക്കുക, ലഅബ എന്ന് കാണുന്നുണ്ട് അല്ലേ? ലഅബ എന്ന് പറഞ്ഞാൽ കളിച്ചു എന്നാണ്. അപ്പോൾ പ്ലേഡ് എന്ന് നമുക്ക് പറയാം. പ്ലേഡ്, ലഅബ, പ്ലേഡ്. അപ്പൊ വിൽ പ്ലേ അല്ലെങ്കിൽ കളിക്കും എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലഅബ എന്ന മാലിയായ ഫീലിന്റെ മുലാരിയാണ് എന്ത്? യൽഅബു എന്ന് പറയുന്നത്. അപ്പൊ ലഅബയുടെ മുലാരി എന്താണ്? യൽഅബു ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ എക്സാമ്പിളിൽ ബാക്കി വരുന്ന കാര്യങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാൽ ഞാൻ പറഞ്ഞു തരാം. ലഅബ സാമിറുൻ കുറത്തുൽ ഖദമി. സാമിർ എന്ത് ചെയ്തു? ഫുട്ബോൾ കളിച്ചു. കുറത്തുൽ ഖദം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ. ഇപ്പൊ സാമിർ ഫുട്ബോൾ കളിച്ചു എന്നാണ് അവിടെ വരുന്നത്. യൽഅബു വരുമ്പോൾ എന്താകും? കളിക്കും എന്നാകും അല്ലേ? സാമിറുൻ കുറത്തുൽ ഖദമി, സാമിർ ഫുട്ബോൾ കളിക്കും എന്നായിട്ട് മാറി. രണ്ടാമത്തത് എന്താണ് ഇവിടെ? സറഅ എന്നാണുള്ളത് അല്ലേ? സറഅ നിങ്ങൾ പല പാഠങ്ങളിലായിട്ട് ആവർത്തിച്ച് പഠിച്ചിട്ടുള്ള ഒരു വെർബാണ്, ഒരു മാലിയായ ഫീലാണ്. കൃഷി ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ സറഅ ഹാമിദുൻ ഫിൽ ഹഖലി എന്ന് പറഞ്ഞാൽ ഹാമിദ് വയലിൽ കൃഷി ചെയ്തു എന്നാണ്. അപ്പൊ ഈ സറഅയുടെ മുലാരി എന്താണ്? യസ്റഉ എന്നാണ്. സറഅയുടെ മുലാരി എന്താണ്? യസ്റഉ എന്നാണ്. യസ്റഉ ഹാമിദുൻ ഫിൽ ഹഖലി എന്ന് പറഞ്ഞാൽ ഹാമിദ് വയലിൽ കൃഷി ചെയ്യുന്നു എന്നാണ്. ഇനി അടുത്തൊരു ഫീൽ നമുക്ക് കാണാം. നേരത്തെ നമ്മൾ കണ്ട ലഅബ, സറഅ, ഇതിൽ നിന്നൊക്കെ വ്യത്യാസമുള്ള ഒരു ഫീലാണ് ഇവിടെ കാണുന്നത്. എന്താണ്? കതബത്ത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താ വ്യത്യാസം? നേരത്തെ ഇല്ലാത്ത ഒരു താ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? സുക്കൂനുള്ള ഒരു താ ഇവിടെ വന്നിട്ടുണ്ട്. കതബത്ത് എന്നാണ്. അങ്ങനെ സുക്കൂനുള്ള താ ആയതുകൊണ്ട് ഇവിടെ മുലാരിയിലും വ്യത്യാസം വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ യൽഅബു തുടക്കത്തിൽ യ ആണ് കണ്ടത്, യസ്റഉ തുടക്കത്തിൽ യ ആണ് കണ്ടത്. ഇവിടെ എന്താ വ്യത്യാസം? മാലിയായ ഫീലിന്റെ അവസാനത്തിൽ താ സുക്കൂനായി വരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ഇവിടെ ഫാഇൽ അല്ലെങ്കിൽ ക്രിയ ചെയ്ത ആളാരാണ്? നസീമത്തു എന്ന് പറയുന്ന, നസീമ എന്ന് പറയുന്ന മുഅന്നസ് ആണ്, അല്ലെങ്കിൽ സ്ത്രീലിംഗമാണ്. നേരത്തെ നമ്മൾ കണ്ട മാലിയായ ഫീലുകളിൽ ഹാമിദ് മുദക്കർ അല്ലെങ്കിൽ പുല്ലിംഗമാണ്, സാമിറുൻ മുദക്കർ അല്ലെങ്കിൽ പുല്ലിംഗമാണ്. പുല്ലിംഗം ക്രിയ ചെയ്യുമ്പോൾ മാലിയായ ഫീലിൽ താ സാക്കിനായിട്ട് വരുന്നില്ല. എന്നാൽ മുഅന്നസ് അല്ലെങ്കിൽ ഒരു സ്ത്രീലിംഗം, അതിനെ മനസ്സിലാക്കാൻ നമ്മൾ അതിന്റെ അവസാനത്തിൽ ഹാത്ത നോക്കിയാൽ മതി. അതല്ലെങ്കിൽ ഉമ്മുൻ എന്നതുപോലെ ഓൾറെഡി സ്ത്രീ ആയിട്ടുള്ള പദങ്ങളാണെങ്കിൽ അതും സ്ത്രീലിംഗമായിരിക്കും. അതല്ലെങ്കിൽ അവസാനം ഹാത്ത ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ നസീമത്തുൻ എന്ന് പറഞ്ഞാൽ ഹാത്ത ഉള്ളത് കൊണ്ട് മുഅന്നസ് ആണ്. അപ്പൊ മാലിയിൽ മുഅന്നസിനെ സൂചിപ്പിക്കാൻ വേണ്ടി അവസാനത്തിൽ ഒരു താ സാക്കിനായിട്ട് വരുന്നു. ഈ മാലിയിൽ താ സുക്കൂനോട് കൂടെ വരുമ്പോൾ അങ്ങനെയുള്ള ഫീലുകളെ നമ്മൾ മുലാരിയിലേക്ക് മാറ്റുമ്പോൾ നേരത്തെ നമ്മൾ യ എന്ന് തുടങ്ങിയതിന് പകരം താ കൊണ്ട് തുടങ്ങുക. അപ്പൊ തെത്തുബു എന്നാക്കി മാറ്റുക. അപ്പൊ ഇവിടെ താവും തമ്മിലുള്ള ബന്ധം നിങ്ങൾ മനസ്സിലാക്കുക. മാലിയിൽ അവസാനത്തിൽ താ സുക്കൂനോട് കൂടെ വരുന്നു. അങ്ങനത്തെ ഫീലുകളെ മുലാരിയാക്കുമ്പോൾ തുടക്കത്തിൽ എന്തിട്ട് കൊടുക്കുക? താ
ഫത്തഹ് ഇട്ട് കൊടുക്കുക. അപ്പൊ കത്തബത്ത് എന്നതിന്റെ മുലാരിയായിട്ട് എന്ത് വന്നു? തക്തുബു എന്ന് വന്നു. തക്തുബു നസീമത്തു അദ്ദർസ, നസീമ പാഠം എഴുതുന്നു. നെക്സ്റ്റ് നോക്കുക, സാഅദത്ത് ഖദീജത്തു ഉമ്മഹ. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ് ഉണ്ട്. മാലിയ ഫീലാണ്, അവസാനത്തിൽ താ സുക്കൂനോടുകൂടെ വരുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? തുടക്കത്തിൽ താ ഇട്ട് കൊടുക്കുക കേട്ടോ. തുസാഇദു. അപ്പൊ നേരത്തെ തായിന് ഫത്തഹായിരുന്നു, ഇവിടെ തായിന് ലമ്മായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വളരെ വിശദീകരിച്ച് പഠിക്കേണ്ട ഗ്രാമറുകളാണ്. അത്തരം ഗ്രാമറിലേക്ക് ഇപ്പം നിങ്ങൾ പോകേണ്ടതില്ല. ഇവിടെ സാഅദത്ത് എന്നതിന്റെ മുലാരി 4 ഓപ്ഷനിൽ തരുമ്പം ഈ തുസാഇദു എന്നത് നിങ്ങൾ അഥവാ താ തുടക്കത്തിലുള്ളത് കൊണ്ട് താ തുടക്കത്തിലുള്ള ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതിയാകും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ മാലിയായ ഫീലും മുലാരിയായ ഫീലും താ ഉള്ളതും താ ഇല്ലാത്തതും, അതല്ലെങ്കിൽ മുദക്കറും മുഅന്നസും വരുമ്പോൾ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെ എന്താണ്? അൽ വസീർ എന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ ആണ് അല്ലേ? മസാ ഉൽ ഖൈർ, മസാ ഉൽ ഖൈർ എന്ന് പറഞ്ഞാൽ ഗുഡ് ഈവനിങ് എന്നാണ്. മസാ ഉൽ ഖൈർ എന്ന് ഒരാൾ പറഞ്ഞാൽ തിരിച്ച് നമ്മൾ റിപ്ലൈ ചെയ്യേണ്ടത് എന്താണ്? മസാ ഉന്നൂർ എന്നാണ്. ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ മസാ ഉൽ ഖൈർ ഗുഡ് ഈവനിങ് എന്ന് ഒരാൾ പറയുമ്പോൾ തിരിച്ചെന്ത് പറഞ്ഞു കൊടുക്കുക? മസാ ഉന്നൂർ ഗുഡ് ഈവനിങ് എന്ന് തിരിച്ചു പറയുക. അതുപോലെ തന്നെ സബാഹുൽ ഖൈർ ഗുഡ് മോർണിംഗ് എന്നൊരാൾ തിരിച്ചു പറയുമ്പോൾ സബാഹുന്നൂർ ഗുഡ് മോർണിംഗ് എന്ന് തിരിച്ചു പറയുക. മസാ ഉൽ ഖൈർ മസാ ഉന്നൂർ, സബാഹുൽ ഖൈർ സബാഹുന്നൂർ എന്ന് തിരിച്ചു പറയണം എന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത പോയിന്റ് ഇതാണ്. ഒരു കഥയിൽ നമുക്ക് നിങ്ങൾ 7ാം ക്ലാസ്സിലെ അറബി ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ഭാഗങ്ങൾ. അതിൽ ഒരു ടേം ആണ് കാരിസത്തുൻ ത്വബീഇയ്യത്തുൻ എന്ന് പറയുന്നൊരു വേർഡാണ്. കാരിസത്തുൻ ത്വബീഇയ്യത്തുൻ, കാരിസത്തുൻ ത്വബീഇയ്യത്തുൻ. അപ്പൊ ഇവിടെ കാരിസത്തിൻ എന്താ ഉണ്ടാവുക? അതിനു മുമ്പ് ഒരു ഫീ ഉള്ളത് കൊണ്ടാണ്. അതൊക്കെ നമുക്ക് അവിടെ നിൽക്കട്ടെ. അപ്പൊ എന്താണ് കാരിസത്തുൻ ത്വബീഇയ്യത്തുൻ എന്ന ഈ വേർഡിന്റെ മീനിങ് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താണ്? നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം. അപ്പൊ ഈ ചോദ്യം വന്നിട്ടുണ്ട്. കാരിസത്തുൻ ത്വബീഇയ്യ പഠിച്ചു വെക്കുക മക്കൾ. എന്താണ്? നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം എന്നാണ് കാരിസത്തുൻ ത്വബീഇയ്യ എന്ന് പറഞ്ഞാൽ. ഇനി മറ്റൊരു ടേം ആണ് എന്താണ്? വസീറു തർബിയത്തി വത്തഅലീം. അപ്പൊ ഇവിടെയാണ് ഇതിന്റെ ആദ്യ ഭാഗം ഉള്ളത് കേട്ടോ. വസീറു ഇവിടെ ഉണ്ട്, ബാക്കിയാണ് ഇവിടെ വരുന്നത്. വസീറു തർബിയത്തി വത്തഅലീം, മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ മന്ത്രി എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അപ്പം കാരിസത്തുൻ ത്വബീഇയ്യ നാച്ചുറൽ ഡിസാസ്റ്റർ പ്രകൃതി ദുരന്തം, വസീറു തർബിയത്തി വത്തഅലീം മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി. അപ്പൊ മക്കളെല്ലാവരും എന്ത് ചെയ്യാം? ഈ വീഡിയോയുടെ താഴെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാട്ടോ. ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടോ നോക്കാം. എല്ലാവരും കമന്റ് ചെയ്യാട്ടോ. ഈ നെക്സ്റ്റ് ആണെന്ത്? ഉലൂവുൽ മജ്ലിസ് തശ്രീഇയ്യ എന്ന് പറഞ്ഞ ഒരു സാധനം. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറബി ടേം പഠിക്കാൻ പോവാണ്. എന്താ ടേം എന്നറിയോ? ഉലൂവു അൽ മജ്ലിസ് തശ്രീഇയ്യ. ഉലൂവു അൽ മജ്ലിസ് തശ്രീഇയ്യ. MLA, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പൊ MLA അറബിയാണ് ഉലൂവു അൽ മജ്ലിസ് അത്തശ്രീഇയ്യ ട്ടോ. ഉലൂവു അൽ മജ്ലിസ് തശ്രീഇയ്യ എന്ന് പറഞ്ഞാൽ MLA ആണ് എന്നുള്ളതൊന്ന് ആവർത്തിച്ച് നിങ്ങൾ പഠിച്ചു നോക്കണം. മജ്ലിസ് എന്ന് പറഞ്ഞാൽ എന്താ? സഭ, സദസ് എന്നൊക്കെയാണ് അല്ലെ. അപ്പൊ നിയമസഭ അംഗങ്ങൾക്കാണ് നമ്മൾ MLA എന്ന് പറയാ. മജ്ലിസ് എന്ന് പറഞ്ഞ ഒരു സദസ്സാണ്, സഭയാണ്. തശ്രീഇയ്യ എന്ന് പറഞ്ഞാൽ ശറഅ അല്ലെ, നിയമം. ശരീഅത്ത് എന്നൊക്കെ നിങ്ങൾ അറിയാലോ, ശരീഅത്ത് നിയമം അല്ലെ. അപ്പൊ ശരീഅത്ത് നിയമം എന്നതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ നിയമം എന്ന് നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. അപ്പൊ ഉലൂവുൽ മജ്ലിസ് തശ്രീഇയ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? MLA ആണ് അതിന്റെ മീനിങ് എന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് ആണ് മുദീറുൽ മുഖാത്തഅ. മുദീറുൽ മുഖാത്തഅ. അപ്പൊ പല ചോദ്യത്തിലും ഈ മുഖാത്തഅ അല്ലെ, കേരളത്തിലെ അക്ബർ മുഖാത്തഅ, ഏറ്റവും വലിയ ജില്ല, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കണ്ടപ്പോൾ അതിൽ മുഖാത്തഅ എന്താണെന്ന് മനസ്സിലാക്കിയവരാണ്. മുദീറുൽ മുഖാത്തഅ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് കളക്ടറാണ്, ജില്ലാ കളക്ടർക്കാണ് മുദീറുൽ മുഖാത്തഅ എന്ന് പറയാം.
അതും പഠിച്ചു വെക്കുക. പിന്നെ റഈസത്തു മജ്ലിസിൽ ഖറിയ, റഈസത്തു മജ്ലിസിൽ ഖറിയ. അപ്പൊ ഇവിടെ മജ്ലിസ് നമ്മൾ നേരത്തെ ഒരു മജ്ലിസ് കണ്ടതാണ്. അത് മജ്ലിസു തശ്രീഇയാണ്, ശർആക്കുക, നിയമമാക്കുക, ശരീഅത്ത് അല്ലെ, നിയമമാക്കുന്ന സഭ, നിയമസഭയുടെ അംഗമായിട്ടുള്ള MLA ആണ്. ഇതും മറ്റൊരു സഭയാണ്, പക്ഷെ അതെന്താണ് ഖറിയ, ഗ്രാമം അല്ലെ, ഗ്രാമത്തിന്റെ സഭ എന്ന് പറയുന്നത് എന്താണ്, അത് പഞ്ചായത്താണ് അല്ലെ, പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തിന്റെ സഭയാണ്. അപ്പൊ റഈസത്തു മജ്ലിസിൽ ഖറിയ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. പിന്നെ ഇനി നെക്സ്റ്റ് നമ്മൾ ഇവിടെ നോക്കേണ്ടത് നാലിറുൽ മദ്രസയാണ്. നാലിറുൽ മദ്രസയുടെ മീനിങ് പഠിക്കുക. ആരാണ്? ഹെഡ് മാസ്റ്റർ. നാലിറുൽ മദ്രസ ഹെഡ് മാസ്റ്റർ. പിന്നെ നമുക്ക് സ്കൂൾ ലീഡറിനെ കൂടെ ഒന്ന് പഠിച്ചു വെക്കണം. അതെന്താണ്? അരീഫുൽ മദ്രസ, അരീഫുൽ മദ്രസ സ്കൂൾ ലീഡർ. അപ്പൊ ഇത്രയും വേർഡ്സിന്റെ മീനിങ് എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് മനസ്സിലാക്കി പഠിച്ചിട്ട് പോകണം. ഇനി നോക്കൂ, അൽ വഖാഇഉൽ മിസ്രിയ ഹിയ അവ്വലു സുഹൈഫത്തിൻ അറബിയ നുശിറത്ത് സനത 1828 മിനൽ ഖാഹിറ. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു GK, നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലുള്ള GKയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പഠിക്കുകയാണ് മക്കൾ. ഇത് പഠിച്ചു വെച്ചോ. അൽ വഖാഇഉൽ മിസ്രിയ. എന്താണ് അൽ വഖാഇഉൽ മിസ്രിയ? എന്താണ് അൽ വഖാഇഉൽ മിസ്രിയ എന്ന് പറഞ്ഞാല്? അറബി ഭാഷയിലുള്ള ആദ്യത്തെ പത്രമാണ് അൽ വഖാഇഉൽ മിസ്രിയ. അൽ വഖാഇഉൽ മിസ്രിയയാണ് അറബി ഭാഷയിലുള്ള ആദ്യത്തെ പത്രം. അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ, അൽ വഖാഇഉൽ മിസ്രിയ. ഇനി ഇത് എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത് എന്നായിരിക്കാം ഒരു പക്ഷേ ചോദിക്കുന്നത്. അപ്പൊ അതും പഠിച്ചു നോക്കുക. അതായതാണ് മിനൽ ഖാഹിറ അല്ലെ, കെയ്റോ, കെയ്റോ. അപ്പൊ ഈജിപ്തിന്റെ ക്യാപിറ്റലാണ്, തലസ്ഥാനമാണ് കെയ്റോ. അതിന് അറബിയിൽ ഖാഹിറ എന്നാണ് പറയാ. അപ്പൊ ഈ ഖാഹിറയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട അൽ വഖാഇഉൽ മിസ്രിയയാണ് അവ്വലു സ്വഹീഫത്തിൻ അറബിയ, അറബി ഭാഷയിലുള്ള ആദ്യത്തെ സ്വഹീഫത്ത്, ആദ്യത്തെ പത്രം. ക്ലിയർ? ഇനി നെക്സ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ പോകുന്നു. വേഗം നമ്മൾ അവസാനിപ്പിക്കട്ടോ. കുറച്ച് മുഫ്രദുകളും അതിന്റെ ജംഅകളുമാണ് പറയാൻ പോകുന്നത്. മുഫ്രദ് എന്ന് പറഞ്ഞാൽ സിംഗുലർ, ജംഅ എന്ന് പറഞ്ഞാൽ പ്ലൂരൽ. ഓക്കെ, മുഫ്രദ് എന്ന് പറഞ്ഞാൽ സിംഗുലർ, ജംഅ അല്ലെങ്കിൽ ജുമുഅ എന്ന് പറഞ്ഞാൽ പ്ലൂരൽ. കുറച്ച് പ്രധാനപ്പെട്ട വാക്കുകൾ അതിന്റെ മുഫ്രദിന്റെ ജംഅകളാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഒന്ന് അസീസ്, അതിൻ്റെത് എന്താണ്? അഇസ്സ അല്ലെ, ഡിഗ്നിറ്റി ഉള്ള, പ്രതാപവും അന്തസ്സും അഭിമാനവും ഒക്കെ ഉള്ള ആൾ കേട്ടോ. അസീസ്, അഇസ്സ. അപ്പൊ എന്താണ് അസീസിന്റെ എന്താണ്? അഇസ്സ. പറഞ്ഞു നോക്കൂ, അസീസ്, അഇസ്സ. ഇബ്ന് അല്ലെ, മകൻ, ഇബ്ന്, ഇബ്ന്, ഇബ്ന് എന്താണ്? അബ്നാ കേട്ടോ, ഇബ്ന്, അബ്നാ. പിന്നെ ഒലുവ്, ഒലുവ് അല്ലെ, മെമ്പർ, അംഗം എന്നൊക്കെയാണ്. അതെന്താണ്? അഅ്ലാ. ഒലുവ് മെമ്പർ, അംഗം, അഅ്ലാ അംഗങ്ങൾ. ഒലുവ്, അഅ്ലാ. ജിസ്മ് അല്ലെ, തടി. അപ്പൊ ജിസ്മ് എന്താണ്? അജ്സാമ്, ജിസ്മ്, അജ്സാമ്. ബഹർ, ബഹർ, ബഹർ എന്താണ്? ബിഹാർ. പിന്നെന്താണ്? ഖൈത്ത്, ഖൈത്ത് എന്താണ്? ഖുയൂത്ത്, ഖൈത്ത്, ഖുയൂത്ത്. അപ്പൊ മക്കളെ പറയൂ, 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 പറയൂ. ഞാൻ മുഫ്രദ് പറയാം, ജംഅ് പറഞ്ഞു നോക്കുക. അസീസ്, അഇസ്സ, ഇബ്ന്, അബ്നാ, ഉളുവ്, അഅ്ലാ, ജിസ്മ്, അജ്സാമ്, ബഹർ, ബിഹാർ, ഖൈത്ത്, ഖുയൂത്ത്. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട ചില പദങ്ങളും അവയുടെ ജംഅകളും. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പൊ ഇതില് കുറച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, 7ാം ക്ലാസ്സിലെ അറബി ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കടങ്കഥകൾ ഉണ്ട്. അതിന്റെ ഉത്തരങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽപ്പെട്ട ഒന്നാണ് അന മർക്കബുൻ, അന വെഹിക്കിൾ, ഞാനൊരു വാഹനമാണ്. ലീ ദൂലാബാനി കബീറാനി. അപ്പം ദൂലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൂലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീൽ അല്ലെങ്കിൽ ചക്രങ്ങൾ എന്നാണ് കേട്ടോ. ദൂലാബ് എന്ന് പറഞ്ഞാൽ ചക്രങ്ങൾ. ദൂലാബാനി എന്ന് പറഞ്ഞാൽ രണ്ട് വീൽ. ഐ ഹാവ് 2 വീൽസ്, എനിക്ക് 2 വീലുകളുണ്ട്, 2 ചക്രങ്ങളുണ്ട്. കബീറാനി വലിയത്. വദൂലാബാനി സഗീറാനി, 2 ചെറിയ ചക്രങ്ങളുണ്ട്. അപ്പൊ ഞാനൊരു വാഹനമാണ്, വലിയ 2 ചക്രങ്ങളുണ്ട്, ചെറിയ 2 ചക്രങ്ങളുണ്ട്. അതഹറകു മിൻ മക്കാൻ ഇലാ മക്കാൻ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ നീങ്ങുന്നു. ഇത് ആരെക്കുറിച്ചാ പറഞ്ഞേ? നിങ്ങൾ പറയുന്നത് ആരെക്കുറിച്ചാ പറഞ്ഞേ? ഞാനൊരു വാഹനമാണ്, വലിയ 2 ടയറുകൾ, കബീറായിട്ടുള്ള 2 ദൂലാബാന്, പിന്നെ സഗീറായിട്ടുള്ള 2 ദൂലാബാൻ. ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നു. ഈ സാധനത്തിന്റെ പേരാ മക്കളെ
കുർസിയുൻ മുത്തഹരിക്ക്. കുർസിയുൻ മുത്തഹരിക്ക് എന്താ പേര്? കുർസിയുൻ മുത്തഹരിക്ക്. വീൽ ചെയർ, വീൽ ചെയർ, വീൽ ചെയർ. അപ്പൊ ഓപ്ഷനിൽ ഉണ്ടാകും കുർസിയുൻ മുത്തഹരിക്ക് എന്നുള്ളത്. അപ്പൊ നമുക്ക് ആൻസർ വീൽ ചെയർ എന്നറിയാം. പക്ഷേ അറബി അറിയില്ല. ചെയറിന്റെ അറബി അറിയാലോ, കുർസി. ഹിന്ദിയിലും അറബിയിലൊക്കെ നമ്മൾ കസേരക്ക് ചേർന്ന് കുർസി എന്നല്ലേ പറയാ. അപ്പൊ ആ കുർസി അവിടെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസറിലേക്ക് പോവുക. കുർസിയുൻ മുത്തഹരിക്കുൻ എന്താണ്? വീൽ ചെയർ. കുർസിയുൻ മുത്തഹരിക്കുൻ. അപ്പൊ ഈ ചോദ്യം വന്നാല് മക്കളെല്ലാവരും ഇതെന്താണ്? കുർസിയുൻ മുത്തഹരിക്കുൻ ആണെന്ന് പറയാ. ഉത്തരം അവിടെ കൃത്യമായിട്ട് കൊടുക്കുക. നെക്സ്റ്റ് മറ്റൊരു കടങ്കഥയാണ് അനനവാറത്തുൻ. അപ്പൊ ഇവിടെ ഇതിലൊക്കെ ഉത്തരം ആദ്യം തരുന്നുണ്ട് കേട്ടോ. ഇതിന്റെയൊക്കെ ഉത്തരം ആദ്യം തരുന്നുണ്ട്, പക്ഷെ എക്സാമിന് ഉത്തരം ആദ്യം തരാതെ ചോദ്യം മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പൊ എവിടുന്നാ ചോദ്യം സ്റ്റാർട്ട് ചെയ്യുക? ഇവിടുന്നാണ് ചോദ്യം സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യമേ ഉത്തരം പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഈ അനനവാറത്തുൻ, ഞാനൊരു കണ്ണടയാണ്, ഐ ആം ഗ്ലാസ് എന്ന് പറയുന്ന ആ ഭാഗം തരൂല. നോക്കൂ എന്താ പറയുന്നത്? ലീ റിജിലാനി, എനിക്ക് രണ്ട് കാലുകളുണ്ട് അല്ലെ. രണ്ട് കാലുകളുണ്ട്. കണ്ണടക്ക് രണ്ട് കാലുകളുണ്ടല്ലോ. അപ്പൊ റിജിലുൻ കാല്, റിജിലാനി രണ്ട് കാലുകൾ. കണ്ണടകൾക്ക് രണ്ട് കാലുകളുണ്ട് അല്ലെ. അജ്ലിസു അലാ വജ്ഹിന്നാസ്, കണ്ണട എവിടെ ഇരിക്കുന്നത്? ജനങ്ങളുടെ മുഖത്താണ് ഇരിക്കുന്നത് അല്ലെ. ഞാൻ ജനങ്ങളുടെ മുഖത്ത് ഇരിക്കുന്നു. ഉസായിദു അയുനന്നാസ്, ജനങ്ങളുടെ കണ്ണുകളെ ഞാൻ സഹായിക്കുന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് ഇതെന്താണ് സാധനം എന്ന് ചോദിച്ചാൽ മക്കൾ പറയേണ്ടത് നവാറത്തുൻ. എന്താ പറയണത്? നവാറത്തുൻ. നവാറത്തുൻ സ്പെക്ടക്കിൾസ് അല്ലെ, അല്ലെങ്കിൽ ഗ്ലാസസ്, കണ്ണടയാണ് എന്നാണ് അതിന്റെ ഉത്തരം കൊടുക്കേണ്ടത്. എന്താ പറയാ? നവാറത്തുൻ എന്ന് ഉത്തരം കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് അനഉക്കാസ, ഞാൻ എന്താണ്? ഒരു കെയിൻ അല്ലെ, വൈറ്റ് കെയിൻ ആണ്. ഈ അന്ധന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വൈറ്റ് കെയിൻ ആണ് അത്. ഉക്കാസ, ഉക്കാസ. അപ്പൊ ഉക്കാസ പഠിച്ചു വെച്ചോ, വൈറ്റ് കെയിൻ കേട്ടോ. വൈറ്റ് കെയിൻ, വൈറ്റ് കെയിൻ, വൈറ്റ് കെയിൻ. അനഉക്കാസത്ത് ഞാനൊരു വൈറ്റ് കെയിൻ ആണ്. ജിസ്മി നഹീഫുൻ വതവീലുൻ, ജിസ്മി നഹീഫുൻ, എന്റെ തടി എന്ന് പറഞ്ഞാൽ നഹീഫുൻ വളരെ മെലിഞ്ഞതാണ്, വതവീലുൻ നീണ്ടതാണ്. അന ഐനുൽ അഅമ, ഞാൻ ആരാണ്? അന്ധന്മാരുടെ കണ്ണാണ്. അന്ധന്മാരുടെ കണ്ണാണ് ഞാൻ. അന്ധന്മാർക്ക് വഴികാട്ടുന്നത് ഞാനാണ്. അപ്പൊ ഈ സാധനം എന്താന്ന് ചോദിച്ചാൽ മക്കൾ എന്ത് പറയണം? ഉക്കാസ എന്ന് പറയണം. എന്താ പറയണത്? ഉക്കാസ. അപ്പൊ ജിസ്മി നഹീഫുൻ വതവീലുൻ അന ഐനുൽ അഅമ, ഇതാണ് നിങ്ങൾ കീവേഡ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അഅമ അന്ധൻ, ഐന് കണ്ണ്. അപ്പൊ അന്ധന്റെ കണ്ണ്, അന്ധന്റെ കണ്ണായിട്ട് പ്രവർത്തിക്കുന്നത് എന്താണ്? വൈറ്റ് കെയിൻ ആണ്. എന്താ സാധനം? ഉക്കാസ ട്ടോ. ഉക്കാസ. ഓക്കെ. നെക്സ്റ്റ് അടുത്ത കടങ്കഥയിലേക്ക് നമ്മൾ പോവുകയാണ്. അന മുഅൈനു സമ്, അടുത്ത കടങ്കഥയിലെ കഥാനായകൻ ആരാന്നറിയോ? മുഅൈനു സമ് അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് അല്ലെ. സെമിയ എന്ന് പറഞ്ഞാൽ കേട്ടു എന്നാണ് അല്ലെ. മുഅൈനു സമ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഹിയറിംഗ് എയ്ഡ്. എന്താണ്? ഹിയറിംഗ് എയ്ഡ്. അപ്പൊ എന്താ? ഹജ്മി സ്വഗീറുൻ, എന്റെ വലിപ്പം വളരെ ചെറുതാണ്. അഖ്തഫി വറാഅൽ ഉദ്നി, ഞാൻ ചെവിയുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്നു. ഉസാനിദു ളുഅഫ സമഇ, കേൾവിയുടെ കുറവിനെ ഞാൻ എന്ത് ചെയ്യുന്നു? പരിഹരിക്കുന്നു. അപ്പൊ എന്താണ് നമ്മുടെ മുഅൈനു സമ് അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡിനെ കുറിച്ചുള്ള ചോദ്യം? ഒന്നുകൂടെ കേട്ടോ. ഹജ്മി സ്വഗീറുൻ, എന്റെ വലിപ്പം വളരെ ചെറുതാണ്. ചെറിയ സാധനമാണല്ലേ നമ്മുടെ ഹിയറിംഗ് എയ്ഡ്. അഖ്തഫി വറാഅൽ ഉദ്നി, ചെവിയുടെ പിന്നിൽ ഞാൻ ഒളിച്ചിരിക്കുന്നു. ഉസാനിദു ളുഅഫ സമഇ, കേൾവിയുടെ ബലഹീനതയെ, ദൗർബല്യത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? പരിഹരിക്കുന്നു. ഇങ്ങനെ ചോദ്യം തന്നിട്ട് ഇതിന്റെ പേര് 4 ഓപ്ഷനിൽ തന്നാൽ നിങ്ങൾ എന്ത് ചൂസ് ചെയ്യണം? മുഅൈനു സമ് അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് എന്നത്. അപ്പൊ സമ് എന്ന് പറഞ്ഞാൽ അല്ലെ, സെമിയ കേട്ടു, സമ് കേൾവി. ആ സാധനം, ആ കീവേഡ് വെച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് ഉണ്ടാക്കുക കേട്ടോ. ബാക്കി പിക്ക് ചെയ്യണം. മുഅൈനു സമ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നു. ഇവിടെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു 3 പോയിന്റ് നമുക്ക് പഠിച്ചു നോക്കാനുണ്ട്. ഒന്ന് എന്താണ്? ആലിമിൻ മഷ്ഹൂർ ട്ടോ. ആലിമിൻ മഷ്ഹൂർ ആണ്. അത് പോട്ടെ, നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ഇല്ല. അദ്ദേഹം ജനിച്ച സ്ഥലം ഒന്ന് നോക്കി വെക്കുക. എന്താണ്? ഓക്സ്ഫോർഡ് ട്ടോ. ഓക്സ്ഫോർഡ്. അപ്പൊ സ്റ്റീഫൻ ഹോക്കിംഗ് ജനിച്ച സ്ഥലം എവിടെയാണ് എങ്ങാനും ചോദിച്ചാൽ, അത്ര സാധ്യതയൊന്നുമില്ല, ഒരു പക്ഷേ ചോദിച്ചാൽ മക്കൾ പറയണം സ്റ്റീഫൻ ഹോക്കിംഗ് ജനിച്ച സ്ഥലം ഓക്സ്ഫോർഡ്. എന്താണ്? ഓക്സ്ഫോർഡ്. അപ്പൊ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റി നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ്. അദ്ദേഹം ജനിച്ചത് നമ്മൾ എന്താ പറയാ? വുലിദ ട്ടോ. വുലിദ. ജനിച്ചത് എവിടെയാണ്? ഓക്സ്ഫോർഡിലാണ് അദ്ദേഹം ജനിച്ചത്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് നമുക്ക് പഠിക്കാനുള്ളത് വേറെ സാധനങ്ങളാണ് ട്ടോ. അതെന്താണെന്നറിയോ?
ഒന്ന്, അദ്ദേഹത്തിന് വലിയൊരു അസുഖമുണ്ടായിരുന്നു. ആ അസുഖത്തിന്റെ പേര് മറലുൻ അസബിയുൻ. എന്താണ്? ന്യൂറോളജിക്കൽ ആയിട്ടൊരു ഡിസോർഡർ, അല്ലെ ഞരമ്പിനുണ്ടാകുന്ന ഒരു അസുഖം. അപ്പൊ ന്യൂറോളജിക്കൽ ഡിസോർഡർ അല്ലെങ്കിൽ മറലുൻ അസബിയുൻ. അപ്പം നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ബാധിച്ച മറല് രോഗം എന്താണ്? മറലുൻ അസബിയുൻ. ഒരു ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഞരമ്പ് സംബന്ധമായിട്ടുള്ള ഒരു അസുഖമായിരുന്നു. ആ രോഗം പഠിച്ചു വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ 2 ഗ്രന്ഥങ്ങളെ കുറിച്ചാണ്. അതോടുകൂടെ കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീഫൻ ഹോക്കിങ് പിന്നെ നമുക്ക് വിട്ടുകളയാം. എന്താണ് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ 2 പുസ്തകങ്ങളെ കുറിച്ച് നമ്മുടെ പാഠത്തിൽ പറയുന്നത്? ഒന്ന്, അദ്ദേഹത്തിന്റെ പുസ്തകം താരീഖുൻ മൂജസുൻ ലിസമനി, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം അല്ലെങ്കിൽ താരീഖുൻ, ഹിസ്റ്ററി അല്ലെ, താരീഖ് പഠിക്കലുണ്ടല്ലോ നിങ്ങൾ മദ്രസയിൽ, അതിനെന്താ ഹിസ്റ്ററി അല്ലേ ഉള്ളത്? അപ്പൊ അതാണ് താരീഖ് ഹിസ്റ്ററി. ഓക്കെ. മൂജ് എന്ന് പറഞ്ഞ ബ്രീഫ്, ചുരുങ്ങിയ രൂപത്തിലുള്ള ഷോർട്ട് ആയിട്ടുള്ള. അപ്പൊ താരീഖുൻ മൂജസുൻ ലിസമനി, ടൈം, കാലം. അപ്പൊ താരീഖും സമനും കണക്ട് ചെയ്തിട്ട് പഠിച്ചോ. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് താരീഖുൻ മൂജസുൻ ലിസമനി, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിന്റെ പേര് കൂടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതെന്താ? ദ യൂണിവേഴ്സ് ഇൻ എ നട്ട്ഷെൽ. ദ യൂണിവേഴ്സ് ഇൻ എ നട്ട്ഷെൽ, അറബിയിൽ പറഞ്ഞാൽ അൽ കൗനു ഫീ ഖിശ്റതി ജൗസിൻ. അൽ കൗനു ഫീ ഖിശ്റതി ജൗസിൻ എന്ന് പറയുന്ന ഒരു പുസ്തകം കൂടെ ആരെഴുതിയിട്ടുണ്ട്? സ്റ്റീഫൻ ഹോക്കിംഗ്. അപ്പൊ പറ, സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ 2 പുസ്തകങ്ങൾ ഏതൊക്കെയാ? ഒന്ന്, താരീഖുൻ മൂജസുൻ ലിസമനി. 2, അൽ കൗനു ഫീ ഖിശ്റതി ജൗസിൻ, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമും ദ യൂണിവേഴ്സ് ഇൻ എ നട്ട്ഷെൽ. ഇത് രണ്ടും പഠിക്കാതെ പോകാൻ പാടില്ല കേട്ടോ. നെക്സ്റ്റ്, കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു കവിയുടെ പേര്, ഒരു കവയിത്രിയുടെ പേര് പഠിക്കാൻ പോവാണ്. അറബി ഭാഷയിലെ വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരു എഴുത്തുകാരിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇവരുടെ പേര് ജൂഹ അൽ ഹാരിസി എന്നാണ്. എന്താ മക്കളെ പേര്? ജൂഹ അൽ ഹാരിസി. ഞാൻ പറയുന്ന അറബി എഴുത്തുകാരിയുടെ പേരെന്താണ്? ജൂഹ അൽ ഹാരിസി. എന്താണ് ജൂഹ അൽ ഹാരിസിയുടെ പ്രത്യേകത എന്നറിയോ? പ്രത്യേകതാണ് അവ്വലു ശഖ്സിയത്തിൻ അറബിയത്തിൻ ഫാസത്ത് ബിജായിസത്തി മാൻ ബുക്കർ അൽ ആലമിയ. ഇതാണ് പ്രത്യേകത കേട്ടോ. ഇങ്ങനെ പോയിട്ട് ഇത് മൊത്തമാണ് ഇവരുടെ പ്രത്യേകത. എന്താണ്? അവ്വലു ശഖ്സിയത്തിന്റെ, ആദ്യത്തെ വ്യക്തിയാണ് അറബിയത്തിന്, ആദ്യത്തെ അറബ് വ്യക്തിത്വമാണ് ഫാസത്ത് ബിജായിസത്തി മാൻ ബുക്കർ ഇന്റർനാഷണൽ മാൻ ബുക്കർ എന്ന് പറഞ്ഞൊരു അവാർഡ് സാഹിത്യകാരന്മാർക്ക് കൊടുക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇല്ലെങ്കിൽ കേട്ടോളൂ, ഒരു അന്താരാഷ്ട്ര അവാർഡാണ്. എന്ത്? ഇന്റർനാഷണൽ മാൻ ബുക്കർ പ്രൈസ്. അപ്പൊ ഇന്റർനാഷണൽ മാൻ ബുക്കർ നേടിയ ആദ്യത്തെ അറബി വനിതയാണ് ആര്? ജൂഹ അൽ ഹാരിസി. അപ്പൊ ജൂഹ അൽ ഹാരിസിയെ കുറിച്ച് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നു. അവ്വലു ശഖ്സിയത്തിൻ അറബിയത്തിൻ ഫാദത്ത് ബിജായിസത്തി മാൻ ബുക്കർ നേടിയ ആദ്യ അറബ് വനിതയാണ്. പേരെന്താണ്? ജൂഹ അൽ ഹാരിസി. അപ്പൊ ഇന്ന് നമ്മൾ ലാസ്റ്റ് പോയിന്റ് ആണ്. ഇതോടെ കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് കഴിയാണ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. നമുക്ക് ആദ്യം ആ വേർഡ്സിലേക്ക് പോകാം. ഒന്നാമത്തത് കാന. 2 അസ്ബഹ. 3 പറ. 3 നമ്മൾ ഒന്നാമത് പറഞ്ഞ അതേ കാന. അടുത്തത് പറ. ഏതാണ്? സ്വാറ. ഇപ്പൊ ഏതൊക്കെയായി? 1 കാന, 2 അസ്ബഹ, 3 കാന നമുക്ക് ഒഴിവാക്കാം. അടുത്തത് ഏതാണ്? സ്വാറ. അപ്പൊ ഏതൊക്കെയായി? കാന, അസ്ബഹ, സ്വാറ. ഇനി നമുക്ക് അടുത്ത ആൾ പിടിക്കുക. അടുത്ത ആൾ ഏതാ? വല്ല. അടുത്ത ആളോ? അംസ. ഏറ്റവും അവസാനത്തെ ആൾ ആരാണ്? ബാത്ത. അപ്പൊ നമ്മൾ ഈ അണ്ടർലൈൻ ചെയ്ത ആൾക്കാർ ഒന്നുകൂടെ പറയാൻ പോവാണ്. എന്തൊക്കെയാണ്? കാന, അസ്ബഹ, സ്വാറ, വല്ല, അംസ, ബാത്ത. ഒന്നുകൂടെ പറയാം. ഏതൊക്കെയാണ്? കാന, അസ്ബഹ, സ്വാറ, വല്ല, അംസ, ബാത്ത. ഇത് ഒരു വീട്ടിലെ മക്കളാന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. ആരൊക്കെ? കാന, അസ്ബഹ, സ്വാറ, വല്ല, അംസ, ബാത്ത.
ഓക്കെ, ഈ ആളുകളെ കണ്ടാൽ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ വേണം. എന്താണെന്നറിയാം മക്കളെ ഐഡിയ? ഈ സാധനങ്ങളുടെ ശേഷം ഒരു വേർഡ് വന്നു എന്ന് വിചാരിക്കുക. ഏതുപോലെ? ഈ കാനയുടെ ശേഷം നസീം വന്നതുപോലെ. അപ്പൊ ഈ പറയപ്പെട്ട സാധനങ്ങൾക്ക് ശേഷം ഒരു വേർഡ് വന്നാൽ ആ വേർഡിന് നമ്മൾ എന്ത് കൊടുക്കണം? 2 ലമ്മിട്ട് കൊടുക്കണം. ഇത്രയുള്ള പരിപാടി. അപ്പൊ കാന, അസ്ബഹ, സ്വാറ, ലല്ല, അംസ, ബാത്ത. ഈ പറഞ്ഞ സാധനങ്ങളുടെ തൊട്ട് ശേഷം ഒരു ഇസ്മ അല്ലെങ്കിൽ ഒരു വേർഡ് ഇത് വന്നു കഴിഞ്ഞാൽ ആ വേർഡ് നിങ്ങൾ എന്ത് ചെയ്യുക? 2 ലമ്മിട്ട് കൊടുക്കുക. വേറെ ഒന്നും നോക്കണ്ട. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇവന്റെ ശേഷം വരുന്ന രണ്ടാമത്തെ ആളുണ്ടാവുമല്ലോ, ഒന്നാമത്തെ ആൾക്ക് 2 ലമ്മിട്ട് കൊടുക്കുക. രണ്ടാമത്തെ ആൾക്ക് എന്താ ഇട്ട് കൊടുക്കേണ്ടത്? 2 ഫത്തഹ ഇട്ട് കൊടുക്കുക. 2 ഫത്തഹ ഇട്ട് കൊടുക്കുക. കഴിഞ്ഞു. ഒന്നാമത്തെ ലമ്മിന് നമ്മൾ റഫ് എന്നാണ് പറയാ. രണ്ടാമത്തെ ഫത്തഹ നമ്മൾ നസ്ബ് എന്നാണ് പറയാ. അതൊന്നും ഇപ്പൊ നിങ്ങൾ പറയണമെന്നൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക. എന്താണ്? കാന, അസ്ബഹ, സ്വാറ, ലല്ല, അംസ, ബാത്ത. ഈ പറഞ്ഞ സാധനങ്ങളുടെ തൊട്ട് ശേഷം വരുന്ന ഇസ്മിന് 2 ലമ്മ്. ഈ പറഞ്ഞ സാധനങ്ങളുടെ ശേഷം തൊട്ട് ശേഷം വരുന്നതല്ല, അതും കഴിഞ്ഞ് വരുന്നതിന് 2 ഫത്തഹ. പരിപാടി കഴിഞ്ഞു. എക്സാമ്പിൾസ് നോക്കിയോ. കാന നസീമുൻ ദാരിസ. ക്ലിയർ ആണല്ലോ? നസീമിന് ലമ്മ്, ദാരിസൻ ഫത്തഹ. ഒക്കെ ഡബിൾ ആണ്. 2 ലമ്മ്, 2 ഫത്തഹ. രണ്ടാമത്തെ ആള് അസ്ബഹയാണ് അല്ലെ. അസ്ബഹ നസീമുൻ മസ്റൂറൻ. നസീമിന് ലമ്മ്, മസ്റൂറൻ ഫത്തഹ. റെഡി. വീണ്ടും കാന വരുന്നു. അൽ ജവ്വു. അപ്പൊ അവിടെ പറ്റിച്ചല്ലോ മാഷ്, പറ്റിച്ചല്ലോ. അവിടെ ജവ്വിന് ഒരു ലമ്മല്ലേ ഉള്ളൂ എന്നാണ് ചോദ്യം. അത് ഒരു ലമ്മ ഉള്ളൂ. കാരണം എന്താ? ഇവിടെ ഒരു അലിഫ്ലാം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അലിഫ്ലാം ഉണ്ടെങ്കിൽ ഒന്നേ വരുള്ളൂ. അലിഫ്ലാം ഇല്ലെങ്കിൽ 2 എണ്ണം വരും. പക്ഷെ നിങ്ങൾ ഈ 1 2 ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ലമ്മും ഫത്തഹും അത് ക്ലിയർ ചെയ്താൽ മതി. ഓപ്ഷനിൽ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. ഈ ലമ്മും ഫത്തഹും തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് മാത്രമേ ടെസ്റ്റ് ചെയ്യുള്ളൂ. അവിടെ അലിഫ്ലാമും പിന്നെ തെൻവീനൊന്നും നിങ്ങൾ അവിടെ വിഷയാക്കേണ്ടതില്ല കേട്ടോ. ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നോക്കൂ. അപ്പൊ കാന, അതിന് ശേഷം ജവ്വ്, ലമ്മ്, മുഅ്തദിലൻ. കണ്ടോ? അതിന്റെ ശേഷമുള്ള രണ്ടാമത്തതിന് ഫത്തഹ്. ക്ലിയർ. ഇനി അടുത്ത സ്വാറയാണ് വരുന്നത്. അവിടെ ആ ജവ്വു ആണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ്? സ്വാറക്ക് തൊട്ട് ശേഷം ലമ്മ്, അതിന്റെ ശേഷം രണ്ടാമത് വന്നതിന് ഫത്തഹാണ്, ബാരിദൻ. അടുത്ത ആള് ലല്ലയാണ്. ലല്ലക്ക് ശേഷം അൽ കൂഹു എന്നാണ്, ലമ്മാണ്. മൽജഅൻ അവിടെ ഫത്തഹാണ്. അടുത്ത ആരാണ്? അംസയാണ്. നസീം എന്നതിന് ലമ്മ് വന്നിട്ടുണ്ട്. തൈബൻ എന്നുള്ളതിനോ ഫത്തഹും വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ ആള് ബാത്തയാണ്. നസീം എന്നതിന് ലമ്മുണ്ട്, ഫരീഹൻ എന്നുള്ളതിന് ഫത്തഹുണ്ട്. അപ്പൊ ഈ ആൾക്കാരെ നമുക്ക് ഒന്നുകൂടെ ശരിക്ക് നോക്കി വെച്ചോളിട്ടോ. ഇവര് ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെങ്കിലും വരും. അപ്പം വരെ പിടികൂടണം. എന്നിട്ട് പറയണം നിന്റെ തൊട്ട് ശേഷമുള്ളതിന് ലമ്മും അതിന്റെ ശേഷമുള്ളവര് ഫത്തഹുമാണ് വേണ്ടതെന്ന്. ആ ആൾക്കാരെ പേര് പഠിച്ചു വെച്ചോ. കാന, അസ്ബഹ, സ്വാറ, ലല്ല, അംസ, ബാത്ത. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പം എല്ലാം കൂടെ ഇപ്പം ഇതിൽ പറഞ്ഞ് തീർക്കുന്നില്ല. കുറച്ച് നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത ക്ലാസ്സുകളിലേക്ക് ബാക്കി വെക്കണം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്നായിട്ട് പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.